ഗോവിന്ദൻ ഭജൻസ് ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിയതിനെ ചൊല്ലിയുള്ള വിവാദത്തിൻ്റെ പേരിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ഒരുത്തം വന്ന് അതിൻ്റെ ഇടയിൽ ഒരു കമൻ്റ് അടിച്ചിരിക്കുന്നു. ചുണയുണ്ടെങ്കിൽ പള്ളിയിൽ കയറി പാടാമോ? അതിനുള്ള ഉത്തരമാണ് താണ്ട ഈ കാണുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിന്നെയൊക്കെ പോലുള്ള ഉമ്മാർ, നിന്നെയൊക്കെ പോലുള്ള അല്ലെങ്കിൽ വർഗീയമായി ചിന്തിക്കുന്ന, ഫാസിസമായി ചിന്തിക്കുന്ന കുറേ എണ്ണം ഇവിടെ ഉണ്ട്, ഈ നാട്ടിലുണ്ട്. ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കുവാനുള്ള നിൻ്റെയൊക്കെ കൂടെ നീക്കങ്ങൾ ഒരിക്കലും നടക്കത്തില്ല. കാരണം അതിനുള്ള ഉദാഹരണമാണ്. എടാ, ഒരു ബ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം, മനുഷ്യൻ്റെ ക്രിസ്റ്റിക്കൽ ശൈലിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നീയൊക്കെ ജാതിയും മതവും നോക്കുമോ? ഒരു പാട്ട് പാടിയതിനെ ചൊല്ലി നീയൊക്കെ ഈ കേരളത്തിലുണ്ടാക്കിയ അല്ലെങ്കിൽ നിന്നെപ്പോലുള്ള വിഷകലയെ പോലുള്ള ശശികലയെ പോലുള്ള ഓരോരുത്തരും ഇവിടെ കിടന്ന് അഴിഞ്ഞാടി പറഞ്ഞുണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടല്ലോ, ഇതൊന്നും നിനക്കൊന്നും പറ്റിയതല്ല. കാരണം ഏറ്റവും കൂടുതൽ വർഗീയത നടക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ വർഗീയത നടക്കുന്നത് ഒരു കാര്യവുമില്ല എൻ്റെ പൊന്നു മക്കളെ. ഇവിടെ ഇങ്ങനെ തന്നെയായിരിക്കും. ഈ പറയുന്ന നന്ദഗോവിന്ദ ഭജൻസിന് ഇഷ്ടം പോലെ പ്രോഗ്രാമും കിട്ടും. അവർ പ്രോഗ്രാമും അവതരിപ്പിക്കും. ഇനി അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് തന്നെ പോകും. അതിന് അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഇനിയും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവട്ടെ.